മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വെച്ച് ബേബി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരിക്കൽ കരഞ്ഞു. കരച്ചിൽ ശക്തമായി. ഇതുകേട്ട് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പരിഭ്രാന്തയായി പോയി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് കാര്യം അന്വേഷിച്ചപ്പോൾ കരയാനുള്ള കാരണം മഹദി പറഞ്ഞത് വളരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അത്യധികം ലജ്ജ ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ച മഹദിയായിരുന്നല്ലോ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. മഹദി അവർകൾ പറഞ്ഞത് തന്റെ മരണശേഷമുള്ള അവസ്ഥ ഓർത്തു അധിക ജനങ്ങളും ഓർക്കാത്തൊരു കാര്യം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കുളിപ്പിച്ച് കഫം ചെയ്തു എന്നെ മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകും. ആ സമയത്ത് കട്ടിലിൽ ഒരു തുണി കൊണ്ട് മൂടും. എന്നാൽ സാധാരണ സ്ത്രീകളെ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ അവിടെയുള്ള പുരുഷന്മാർ ആ സ്ത്രീയുടെ ശരീരത്തിന്റെ നീളവും വീതിയും തടിയുമൊക്കെ അറിയുമല്ലോ. എനിക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാനുണ്ടല്ലോ. ഇതോർത്തുകൊണ്ടായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ ജീവിതം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിതത്തോട് എങ്ങനെയാണ് ചേർത്ത് വെക്കാൻ കഴിയുക? സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണത്തിന്റെ കാലത്ത് തന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവും വടിവുമെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് റീച്ച് കൂട്ടാനും അതുപോലെ വ്യൂവേഴ്സിനെ കൂട്ടാനും സമ്പത്തുകൾ വർദ്ധിപ്പിക്കാനുമുള്ള സോഷ്യൽ സ്റ്റാറ്റസുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ലജ്ജാവഹമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കടന്ന സ്വർഗത്തിൽ എങ്ങനെയാണ് കടക്കുക? അള്ളാഹു നമുക്ക് നല്ല ബുദ്ധിയും നല്ല ചിന്തയും നല്ല പ്രവർത്തനങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ.